വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ് ആണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്ക് ഓണപരീക്ഷ എത്താനായിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾക്കറിയാം അല്ലെ, ലെറ്റ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് ബോൺസിനെ കുറിച്ച്, ജോയിന്റ്സിനെ കുറിച്ച്, അതേപോലെ തന്നെ അല്ലെ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ബോൺ ഫ്രാക്ചർ ഉണ്ടാവുന്നത്, ബോൺ ഫ്രാക്ചർ വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് കാർട്ടിലേജ് അഥവാ തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. അപ്പൊ മിക്കപ്പോഴും മക്കൾക്ക് ബോൺസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. എന്താണ് ബോൺസ് അല്ലെ? നമുക്ക് മൂവ് ചെയ്യാനും നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് നൽകാനും ഒക്കെ സഹായിക്കുന്നത് ഈ ബോൺസ് ആണ്. അപ്പൊ ബോൺസിൽ നിന്ന് എന്താണ് കാർട്ടിലേജിനുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ കാർട്ടിലേജ് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്തൊക്കെയാണ് കാർട്ടിലേജിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് മനസ്സിലാവും. നോക്കിക്കേ, നമ്മുടെ മൂക്കില്, നമ്മുടെ ചെവിയില്, ഇവിടെയൊക്കെയാണ് ഈ തരുണാസ്ഥികൾ അഥവാ കാർട്ടിലേജസ് കാണപ്പെടുന്നത്. അപ്പൊ കാർട്ടിലേജസ് നിങ്ങൾ ഈ മൂക്കൊന്ന് തൊട്ട് നോക്ക്, നന്നായിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. യെസ്, അതേപോലെ തന്നെ ചെവി നോക്കിക്കേ, ചെവിയിൽ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ അല്ലെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ കാണാം അല്ലെ, നമ്മൾ ഒരു ബോണിൽ പിടിക്കുന്ന അത്ര ഉറപ്പ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ മൂക്കിൽ തൊടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ചെവിയിൽ തൊടുമ്പോഴോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഏറ്റവും ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സോഫ്റ്റ് ബോൺസ് ആയിരിക്കും അല്ലെ. ഈ കാർട്ടിലേജസ് എന്ന് പറയുന്നത് ദൃഢമായതാണോ? ഒരിക്കലും അല്ലെ. അവരെന്താണ്? സോഫ്റ്റ് ആയിട്ടുള്ളവരാണ്. സോഫ്റ്റ് ബോൺസ് ആർ സീൻ ഇൻ നോസ് ആൻഡ് ഇയർ. ഈ സോഫ്റ്റ് ബോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർട്ടിലേജസ് എന്ന് പറയുന്നത് അല്ലെ. കാർട്ടിലേജസ് ആർ മോർ ഇൻ നമ്പർ ഇൻ ചിൽഡ്രൻസ്. എന്താണ് ഈ കാർട്ടിലേജസ്? കുഞ്ഞുങ്ങളിൽ, ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ, പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ അസ്ഥികൾ എന്ന് പറയുന്നത് 206 എണ്ണമാണ്. എന്നാൽ കുഞ്ഞുങ്ങളിൽ അത് എത്രയായിരിക്കും? 300 അടുത്തായിരിക്കും അല്ലെ. അപ്പൊ ഈ 206 300 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 100ന്റെ അടുത്ത് അല്ലെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിന് കാരണം എന്താണ്? കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ടുള്ളത് എന്താണ്? ഈ തരുണാസ്ഥികളാണ്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുവാവകളെയൊക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും അല്ലെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അവരുടെ കഴുത്തൊന്നും ഉറച്ചിട്ടുണ്ടാവില്ല അല്ലെ. കാരണം എന്താണ്? അവരുടെ ബോൺസ് അപ്പൊ ഭയങ്കര സോഫ്റ്റ് ആണ്. അവരുടെ ശരീരത്തിൽ അല്ലെ കാർട്ടിലേജിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പൊ ചെവി, മൂക്ക് എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളെയാണ് നമ്മൾ തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. മനുഷ്യ ശരീരം പഠിക്കുന്ന സമയത്ത് അല്ലെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്പേഴ്സ് കൂടെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ പഠിക്കാനുണ്ട്. അപ്പൊ 206 എണ്ണമാണ് നമ്മുടെ ബോൺസ് എന്ന് പറയുന്നത് അല്ലെ. അസ്ഥികൾ എന്ന് പറയുന്നത് 206 എണ്ണമാണ്. ഇതിൽ തന്നെ ഏറ്റവും വലിയ ബോൺ ഏതാണ്? അത് നമ്മുടെ തുടയല് അഥവാ ഫീമർ ആണ്. ഏറ്റവും ചെറുത് എവിടെയാണ്? ചെവിയിലാണ് അല്ലെ. അപ്പൊ ചെറുത് എവിടെയാണ്? ചെവി എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക അല്ലെ. ഈ അസ്ഥിയുടെ പേരെന്താണ്? സ്റ്റേപ്പിസ് എന്നാണ്. ഈ അസ്ഥിയുടെ പേര് സ്റ്റേപ്പിസ് എന്നാണ്. അതേപോലെ തന്നെ സ്കൾ ബോൺസ് ചോദിക്കാറുണ്ട് അല്ലെ. എത്ര സ്കൾ ബോൺസ് ആണുള്ളത്? 22 സ്കൾ ബോൺസ് ആണുള്ളത്. ഈ 22 സ്കൾ ബോൺസിനകത്ത് നമുക്ക് ഫ്രീലി മൂവബിൾ ആവുന്നത് ഏതാണ്? ഈ ലോവർ ജോവിലുള്ള ബോൺ ആണെന്നുള്ളതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ എത്ര നമ്പർ ഓഫ് ബോൺസ് എന്നുള്ളത് നമ്മൾക്ക് സ്കള്, അതേപോലെ തന്നെ നട്ടെല്ല്, ഇത് രണ്ടെണ്ണമാണ് ഏറ്റവും പ്രധാനമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ 12 പെയേഴ്സ് ഓഫ് റിബ്സ് ഉണ്ട് എന്നുള്ളതും നടുക്കൊരു സ്റ്റേണും ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? അഡീഷണൽ ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഇതുപോലെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, bye bye, see you, take care.